ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 71.16% പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് പുറത്തു വരുമ്പോൾ വടകരയിലാണ് പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ, 78.08%. കണ്ണൂരാണ് രണ്ടാം സ്ഥാനത്ത്, 63.35% പോളിംഗ് രേഖപ്പെടുത്തിയ പത്തനംതിട്ടയാണ് പിന്നിൽ. അല്ലമീൻ വിശദാംശങ്ങളുമായി. അല്ലമീൻ, ഏറ്റവും ഒടുവിലെ കണക്ക് വന്നിരിക്കുന്നു. ഏതാണ്ട് 11%-ലേറെ പോളിംഗിൻ്റെ കുറവ് പത്തനംതിട്ട അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ കുറവ് വരുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ആദ്യം നമുക്ക് പോളിംഗ് ശതമാനത്തിന് കണക്ക് വരാം. കൂടുതൽ എവിടെ, കുറവ് എവിടെ? നികേഷ്, ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കും അന്തിമ കണക്കല്ല. ഇതിലും മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലെ കണക്കാണത്. വീട്ടിലെ വോട്ടും അതുപോലെ തന്നെ തപാൽ വോട്ടും ഒക്കെ പരിഗണിക്കുമ്പോൾ ഈ കണക്കിൽ ചെറിയൊരു മാറ്റം കൂടി, വർധനവ് കൂടി ഉണ്ടാകുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വൈകാതെ അന്തിമ കണക്ക് പുറത്തു വരും. ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത്, അതായത് ഒന്ന് ഇടപെടുകയാണ് അല്ലമീൻ, ഇന്നലെ രാത്രി വോട്ട് ചെയ്തവരുടേത് മാത്രമാണോ ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്? വീട്ടിലെ വോട്ടും തപാൽ വോട്ടും കൂട്ടിച്ചേർത്തിട്ടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ മനസ്സിലാക്കിയിട്ടുള്ളത് 2% വീട്ടിലെ വോട്ടും തപാൽ വോട്ടും വരുമെന്നാണ്. ഒരു 2-3% അങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഈ കണക്കിൽ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണി വരെയൊക്കെ ബൂത്തുകളിൽ ആളുകളുടെ ക്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന കണക്കുകൾ വെച്ചുള്ള ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പൂർണ്ണമായും കിട്ടിയതിന് ശേഷമായിരിക്കും വീട്ടിലെ വോട്ടും അതുപോലെ തന്നെ പോസ്റ്റൽ വോട്ടും കൂടി കണക്കാക്കിയുള്ള അന്തിമ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുക. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇപ്പോഴുള്ള 71 എന്നുള്ളത് പരമാവധി ഒരു 73 വരെയൊക്കെ പോയേക്കാം എന്നുള്ളതാണ് ഒടുവിൽ വിലയിരുത്തപ്പെടുന്നത്. അത് കൃത്യമായ കണക്ക് വരുന്നതിന് ശേഷം മാത്രമായിരിക്കും വ്യക്തമാവുക. അങ്ങനെയാണെങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വലിയ കുറവുണ്ട്. കഴിഞ്ഞ തവണ 77% മുകളിലായിരുന്നു. 77.84 ആയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ പോളിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് 75% ഉണ്ടായിരുന്നു. അതിൽ താഴെയാണ് ഇപ്പോഴത്തെ പോളിംഗ് ഏതായാലും നിൽക്കത്തുള്ളൂ. ഇനി പറഞ്ഞ കണക്ക് അന്തിമ കണക്ക് വരുമ്പോൾ പോസ്റ്റൽ വോട്ട് മറ്റു വന്നാൽ പോലും ആ കണക്കിലേക്ക് എത്തില്ല. അത് മുന്നണികൾക്ക് ഒരുപോലെ ആശ്വാസവും ആത്മവിശ്വാസം പകരുന്ന ഒരു ഘടകമായി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശക്തമായിട്ടുള്ള മത്സരം നടന്നിട്ടുള്ള വടകരയും കണ്ണൂരും തന്നെയാണ്. ഏറ്റവും കുറവ് പത്തനംതിട്ടയിലും ആണ്. 63% പത്തനംതിട്ടയിലെ പോളിംഗ്. ഇതിലൊക്കെ വലിയ തരത്തിലുള്ള ആശങ്ക. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പോലും കഴിഞ്ഞ തവണ രേഖപ്പെടുത്ത പോളിംഗിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ വലിയ മത്സരം, കാടിളക്കിയുള്ള പ്രചരണം നടന്നു. കാടിളക്കിയുള്ള ദേശീയ നേതാക്കളൊക്കെ ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങൾ ഉയർത്തി. പക്ഷേ പോളിംഗിന്റെ ആദ്യ മണിക്കൂറിൽ അതിൻ്റെ ഒരു തനിയാവർത്തനം പോളിംഗ് ബൂത്തിലേക്ക് കണ്ടെങ്കിലും അവസാന കണക്ക് വരുമ്പോൾ അതിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2-3 കാരണങ്ങൾ നിൽക്കുന്നത്. ഒന്ന്, ഈ സാങ്കേതിക പിഴവും പോളിംഗ് ബൂത്തിലെ നീണ്ട ക്യൂവും ആളുകൾ മടങ്ങിപ്പോയതുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രതിപക്ഷം അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് UDF-ന് മേധാവിത്വമുള്ള, ഇന്നിപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞത് ഈ പോളിംഗ് തടസ്സപ്പെടുകയോ കാലതാമസം ഉണ്ടാവുകയോ ഡിലേ വരികയോ ഒക്കെ ചെയ്തത് 90% UDF-ന് മേധാവിത്വമുള്ള ബൂത്തുകളിലാണ്. അപ്പോൾ CPM ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കുന്നു. അവരെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും CPM ഹൈജാക്ക് ചെയ്തു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ UDF ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങളുമായി അവർ മുന്നോട്ട് പോകും. അതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ പോളിംഗ് ബൂത്തിലുണ്ടായ വോട്ടിംഗുമായി ബന്ധപ്പെട്ട കാലതാമസമാണോ ഈ പോളിംഗ് പെർസെന്റേജിൽ ഒരു ഇടിവുണ്ടാകുന്നതിന് കാരണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ആളുകൾ വിട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂട്ടിക്കിടിക്കലുകൾ നടക്കുന്നുണ്ട്. മണ്ഡലം തിരിച്ചുള്ള ഒരു കണക്കിലേക്ക് ഒന്ന് ഓടിപ്പോയി വരാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 66.46 ആണ് വോട്ടിംഗ് പെർസെന്റേജ്. ആറ്റിങ്ങലിൽ ഇത് 69.40, കൊല്ലത്ത് 68.09, പത്തനംതിട്ടയിൽ 63.35, മാവേലിക്കരയിൽ 65.91, ആലപ്പുഴയിൽ 74.90, കോട്ടയത്ത് 65.60, ഇടുക്കിയിൽ 66.53, എറണാകുളത്ത് 68.27, ചാലക്കുടിയിൽ 71.84, തൃശ്ശൂരിൽ 75.79, പാലക്കാട് 73.37, ആലത്തൂരിൽ 73.20, പൊന്നാനിയിൽ 69.21, മലപ്പുറത്ത് 72.90, കോഴിക്കോട് 75.42, വയനാട് 73.48, വടകരയിൽ 78.08, കണ്ണൂരിൽ 76.92, കാസർഗോഡ് 75.94 എന്നിങ്ങനെയാണ് മണ്ഡലം തിരിച്ചുള്ള കണക്ക്. അതിന്റെ ഒരു അന്തിമ കണക്ക് അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടും. നികേഷ്, സംസ്ഥാനത്ത് 71.16% പോളിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കാണ്. എന്നാൽ വീട്ടിലെ വോട്ടും ഒപ്പം തന്നെ പോസ്റ്റൽ വോട്ടും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2% കൂടി വർധനവിന് സാധ്യതയുണ്ട്.